ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിൽ നിങ്ങളോടൊപ്പം അല്പ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ അല്ലെങ്കിൽ മെഡിക്കൽ രംഗത്തെ ചില അസുഖങ്ങളുടെ വിലപിടിപ്പുള്ള അറിവുകൾ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഈ പ്രഭാതം എനിക്ക് കിട്ടിയതിനായിട്ട് ഞാൻ ദൈവത്തെ നന്നായി സ്തുതിക്കുന്നു. ഇന്ന് ഇതുവരെയും എന്നെ കേൾക്കുകയും എന്നെ ശ്രവിക്കുകയും എന്നെ സഹായിക്കുകയും എന്നെ ഫോണിൽ കൂടി വിളിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതായിട്ടുള്ള പ്രിയപ്പെട്ട ആൾക്കാരോടുള്ള നന്ദിയും സ്നേഹവും ഒക്കെ ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. ഇനി ആരെങ്കിലും ഇത് കാണുവാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർ ഇത് യഥാർത്ഥത്തിൽ സബ്സ്ക്രൈബ് ചെയ്യണമേ, കാണണമേ എന്ന് എൻ്റെ വിനീതമായ അഭ്യർത്ഥന ഞാൻ ചെയ്യുന്നു. ഇന്ന് എൻ്റെ മുമ്പിലുള്ള വിഷയം ചെവിയിലെ പഴുപ്പെന്നാണ്. ചില സമയത്ത് നമ്മൾ കാണാനായിട്ട് പറ്റും, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളിൽ ചെവിയിൽ ഇങ്ങനെ പഴുപ്പ് വരുന്നതായിട്ട് കാണും. ഏകദേശം ജനനം മുതൽ ഏതാണ്ട് 2 വയസ്സ് വരെ കുട്ടികളുടെ ചെവിയിലെ പഴുപ്പുകൾ സാധാരണമായിട്ട് വരുന്നതാണ്. ഇത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെട്ടെന്ന് അവരുടെ ഹൊറിസോണ്ടൽ ട്യൂബായിട്ടുള്ള ഈ യൂസ്റ്റേഷൻ ട്യൂബ് എന്ന് പറയും, തൊണ്ടയും ചെവിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്യൂബ് വളരെ ചെറുതാണ്. അതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് അസുഖം വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്നാൽ ഇവിടെ നമ്മൾ പേടിക്കേണ്ടതായിട്ടുള്ള യാതൊരു കാര്യവുമില്ല. എപ്പോഴും ഈ പഴുപ്പ് വരുന്നതായിട്ടുള്ള സമയത്ത് ആ പഴുപ്പ് നമ്മളിൽ നിന്ന് എടുത്ത് കളയുക. ചെറിയ തുണി ഇൻസേർട്ട് ചെയ്ത് അല്ലെങ്കിൽ ബഡ് ഇൻസേർട്ട് ചെയ്തിട്ട് എടുത്ത് കളയുക. ഇതാണ് സാധാരണ സംഭവിക്കുന്നത്. ഇത് ഏത് പ്രായത്തിൽ വേണമെങ്കിലും സംഭവിക്കാം. മിക്കവാറും ഇതിനു മുമ്പ് ഒരു പനി ഉണ്ടായിരിക്കും, പക്ഷേ ആ പനി വരണമെന്നില്ല. എന്നാൽ പനി വരാതെ തന്നെ ഈ ചെവിയിൽ പഴുപ്പിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇതിനെ ഞങ്ങൾ അക്യൂട്ട് ഓയം അല്ലെങ്കിൽ അക്യൂട്ട് ഒട്ടൈറ്റിസ് മീഡിയ എന്ന് പറയുന്നു. ഈ ചെവിയിലെ പഴുപ്പ് നിങ്ങൾ തുടച്ച് വൃത്തിയാക്കി ഡോക്ടറെ കാണുക. അപ്പോൾ ഡോക്ടർ അതിന് വേണ്ടതായിട്ടുള്ള മരുന്നുകൾ തന്ന് നിങ്ങളെ സഹായിക്കും. പിന്നെ മറ്റൊരു കൂട്ടരുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചെവിയിൽ നിന്ന് പഴുപ്പ് വന്നുകൊണ്ടിരിക്കുക. ഇതവരുടെ കുട്ടിക്കാലം മുതലേ ഒരു പക്ഷേ ഉണ്ടായി കാണും. എന്നാൽ മുതിർന്നവർക്കും ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാം. അങ്ങനെ വന്നാൽ നിങ്ങൾ അത് യഥാർത്ഥത്തിൽ ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കുക. അത് മാത്രമല്ല, ഡോക്ടറെ കണ്ടിട്ട് അതിന് ചിലപ്പോൾ ഓപ്പറേഷൻ ആവശ്യമായിരിക്കും. വലിയ തുള നിങ്ങളുടെ പർദ്ദയിൽ ഞാൻ പറയുമ്പോൾ ടിമ്പാനിക് മെംബ്രെയിനിലുണ്ടെങ്കിൽ ആ പഴുപ്പ് നിങ്ങൾ തുടച്ച് നിറക്കി ചിലപ്പോൾ അത് നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അങ്ങനെ ഓപ്പറേഷൻ ചെയ്താൽ കീഴ്ത്തെ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെളിയിൽ നിന്ന് പഴുപ്പ് വരത്തില്ല. മാത്രമല്ല നിങ്ങളുടെ കേൾവി വളരെ രക്ഷപ്പെടുകയും ചെയ്യും. ഇതാണ് ചെവിയുടെ പഴുപ്പിൻ്റെ സാധാരണ കാര്യങ്ങൾ. പിന്നെ ചില സമയത്ത് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരസുഖം ചെവിയിൽ ഇങ്ങനെ തുള്ളിയായിട്ട് വരത്തില്ലെങ്കിലും ചെറിയ സ്പെക്സ് ആയിട്ട് വരും. ഇത് ഡാൻഡ്രഫിൻ്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ താരൻ്റെ ഒരു ഭാഗമാണ്. അത് ചെവിയിലും ബാധിക്കും. ചെവിയിലും പുരികത്തിൻ്റെ കണ്ണിലും ഒക്കെ ഇത് ബാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നിങ്ങളത് ഡോക്ടർക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ആ ഡോക്ടറെ കണ്ട് ഇവിടെ വന്നാൽ ഞാൻ നോക്കാം, അല്ലെങ്കിൽ ആ ഡോക്ടറെ കണ്ടിട്ട് നിങ്ങളതിന് തക്ക മരുന്ന് കയറണം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ചെവിയിൽ ഈ പൂപ്പലിൻ്റെ അസുഖം അവർക്ക് വരും. ഈ പൂപ്പലിൻ്റെ അസുഖം വന്നു കഴിഞ്ഞാൽ ചില സമയത്ത് നല്ല മണം വരും, നാറ്റം വരും. ആ സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, ചെവിയിൽ നിന്ന് വെളിയിലോട്ട് പഴുപ്പ് വന്നില്ലെങ്കിലും ചെവിയുടെ അറ്റത്ത് പഴുപ്പ് വന്ന് നിൽക്കും. ആ പഴുപ്പ് തുടച്ച് കളഞ്ഞിട്ട് നിങ്ങൾ വേണ്ട ചികിത്സ ചെയ്യും. ഇനി മറ്റൊരു ചെവിയിലെ പഴുപ്പിൻ്റെ വേറൊരു ഇതുണ്ട്. അതിനെ അറ്റിക്കോ ആൻഡ്രൽ ഡിസീസ് എന്നാണ് പറയുന്നത്. അത് പൊള്ളിയിലോട്ട് വരത്തില്ല, പക്ഷെ ഭയങ്കര നാറ്റമായിരിക്കും. ചെവിയുടെ അടുത്തൂടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നല്ല നാറ്റം വരും. നാറ്റം വരുന്നതായിട്ടുള്ള സമയത്ത് ഇത് ഡോക്ടറെ കണ്ട് പരിശോധിച്ച് ചിലപ്പോൾ ഇത് ചെവിയുടെ അകത്തോട്ട്
തലയോട്ടിക്കകത്തോട്ട് പോകുന്ന ഒരു അസുഖമുണ്ട്. അത് ഇവിടെ കേരളത്തിൽ ഞാൻ വളരെ കുറവായിട്ടേ കണ്ടിട്ടുള്ളൂ, പക്ഷേ ഉണ്ട്. ഇത് ഒരു ഡയഗ്നോസ്റ്റിക് മൈക്രോസ്കോപ്പി അല്ലെങ്കിൽ ഓട്ടോ എൻഡോസ്കോപ്പിക്ക് എൻ്റെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളത് ചെയ്തിട്ട് നിങ്ങൾ ആ സാധനങ്ങൾ അത് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് അത് തലയിലേക്ക് വ്യാപിക്കാം, തലച്ചോറിലേക്ക് വ്യാപിക്കാം എന്നുള്ളത് കൊണ്ട് നിങ്ങളത് കണ്ടിട്ട് അതിന് വേണ്ടതായിട്ടുള്ള ചികിത്സകൾ ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. ഇവിടെ നമുക്ക് കേൾവിയല്ല പ്രാധാന്യം. ഇതിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള തലയോട്ടിയിലേക്കുള്ള പഴുപ്പ്, തലയ്ക്കകത്ത് വരുന്ന പഴുപ്പ്, സെറിബ്രൽ സ്പൈനത്തിലൊക്കെ വരുന്നതായിട്ടുള്ള പഴുപ്പുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അത് ഓപ്പറേഷൻ ചെയ്ത് നിങ്ങളത് ശരിയാക്കുക. ഇതാണ് ചെവിയിൽ സാധാരണ വരുന്ന പഴുപ്പുകളുടെ കാര്യങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ എന്നെ ഫോൺ ചെയ്തോ നേരിട്ടോ സമീപിക്കാവുന്നതാണ്. ഇത്രയും എന്നെ പറയുവാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച നിങ്ങളെല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണമേ എന്ന് വിനീതപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.